എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കേരളത്തിലെ പദ്ധതികളാണ്. 1-2 മാർക്ക് സ്ഥിരമായിട്ട് ഈ ഏരിയ എന്നായിരിക്കും പി എസ് സി ഒരു എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ KSSM അല്ലെ. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ എന്തായിരുന്നു? KSSMിലെ അല്ലെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലെ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണല്ലേ. അപ്പൊ ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസും ഇനിയുള്ള എക്സാമുകൾക്ക് ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചു വെക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 2008 ഒക്ടോബർ 14 നിലവിൽ വന്നത്. എപ്പോഴാണ് നിലവിൽ വന്നത്? 2008 ഒക്ടോബർ 14 അതുപോലെ തന്നെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പ്രധാനം എന്താണ് KSSM എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സ്ത്രീകൾ, കുട്ടികൾ, ദരിദ്രർ, വൃദ്ധർ, നിത്യരോഗികളായ ക്യാൻസർ രോഗികൾ, മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറഞ്ഞാല് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. അപ്പൊ അംഗങ്ങൾ എത്രയുണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 15 അംഗങ്ങളാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 5 പേരാണുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ ആരായിരിക്കും? സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ചെയർമാൻ ആരാണ്? സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. അതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഇത് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്ത് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ തന്നെ വേറൊരു പോയിന്റും കൂടി പഠിക്കുക. സാമൂഹ്യ നീതി വകുപ്പ് ഏതാണ്? സാമൂഹ്യ നീതി. ഇതും PSC PYQ ആണ്. സാമൂഹ്യ നീതി വകുപ്പ് എപ്പോഴാണ് ഫോം ചെയ്തതെന്ന് വെച്ചപ്പോഴാണ് 1975 സെപ്റ്റംബർ 19 1975 സെപ്റ്റംബർ 19 ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളായിട്ട് നോക്കുക. എല്ലാ പദ്ധതികളും ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ടില്ലേ, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ PYQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം വരിക? ഏതാണ്? വിവാ കേരളം ആണല്ലേ, വിവാ കേരളം. അതുപോലെ തന്നെ ഇതൊരു ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവാ പ്രൊജക്ട് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിനും ചികിത്സയിൽ ശ്രദ്ധ കൊണ്ടിരിക്കുന്നതാണ്. അതും ഏതാണ് ഉത്തരം വരിക? അനീമിയാണ്. ഏതാണ്? അനീമിയ രോഗത്തിന്റെ ആണല്ലേ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ വിവാ കേരള പദ്ധതി സ്ഥിരമായിട്ട് ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നതാണല്ലേ. എന്താണ് വിവാ കേരള എന്ന് പറഞ്ഞാൽ? വിവാ കേരളത്തിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. എന്താണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വിവാ കേരളം എന്താണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കാണ്. വിളർച്ച മുക്ത, വിളർച്ച എന്ന് പറയുന്നതാണ് അനീമിയ മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വിവാ കേരള എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ഒരു കറണ്ട് അഫെയറും കൂടി ഉണ്ട്. ഈ ക്യാമ്പയിനിലൂടെ, വിവാ കേരള ക്യാമ്പയിനിലൂടെ ഈ ലക്ഷ്യം കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? മൈലപ്ര പഞ്ചായത്താണ്. പത്തനംതിട്ടയിലെ മൈലപ്ര പഞ്ചായത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ഏത് മൂലകത്തിന്റെ അഭാവം എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണല്ലോ അനീമിയ. അല്ലെങ്കിൽ വിറ്റാമിൻ ചോദിച്ചതാണ് വിറ്റാമിൻ B12, അതായത് പെർനീഷ്യസ്. വിറ്റാമിൻ B12 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ് അനീമിയ വിറ്റാമിൻ B12 ആണ്. അനീമിയ എന്തിന്റെ അഭാവം എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ പറയുന്നത് എന്താണ്? ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? അനീമിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ അനീമിയ ആയിട്ട് ബന്ധപ്പെട്ട പദ്ധതി പഠിച്ചു. അതേതാണ്? വിവാ കേരളയാണ് അല്ലെ, വിവാ കേരള. അതുപോലെ തന്നെ അടുത്തൊരു പദ്ധതിയാണ് അശ്വമേധം. അശ്വമേധം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കുഷ്ഠരോഗമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. 3 ഈ 3 പദ്ധതികൾ ഒന്നിച്ച് പഠിച്ചു പോവുക. ഇതൊക്കെ ഏതാണ്? കുഷ്ഠരോഗമായിട്ട്. ഒന്ന് അശ്വമേധാണ് അല്ലെ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള ഗൃഹ സന്ദർശന രോഗനിർണയ പരിപാടിയാണ് അശ്വമേധം. ഇപ്പൊ അശ്വമേധം 2.0 ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താണ്? ഗൃഹ സന്ദർശന രോഗനിർണയ പരിപാടി ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എപ്പോഴാണ്? ജനുവരി 30 ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം. അതായത് നമ്മളെ ജനുവരി 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജിന്റെ ചരമദിനാണ് അല്ലെ, രക്തസാക്ഷി ദിനം കൂടിയാണ്. അന്ന് തന്നെയാണ് എന്ത് ചെയ്യുക? കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം അല്ലെങ്കിൽ ലെപ്രസി എറാഡിക്കേഷൻ ഡേ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പദ്ധതിയാണ് ഏത്? സ്പർശ്. എന്താണ്? സ്പർശ്. കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പയിൻ. അശ്വമേധം എന്തായിരുന്നു? ഗൃഹ സന്ദർശന രോഗനിർണയ പരിപാടിയാണ്. ഇതെന്താണ്? ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പയിനാണ്. ചികിത്സ ഉറപ്പാക്കാനുള്ള മെഡിക്കൽ ക്യാമ്പയിനാണ് ഏത്? സ്പർശ്. അടുത്ത ഒരു ബാലമിത്ര എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതെന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്. എന്താണ്? സ്കൂളുകൾ കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ച് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ബാലമിത്ര. അപ്പം 3 പദ്ധതികളും കുഷ്ഠരോഗമാണ്. ഏതൊക്കെ ഇതുപോലെ തന്നെ ചോദിക്കാം, കുഷ്ഠരോഗവുമായി ബന്ധമുള്ള പദ്ധതികൾ ഏത്, ബന്ധമില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അശ്വമേധം എന്താണ്, ഗൃഹസന്ദർശന രോഗനിർണയ പരിപാടിയാണ്. സ്പർശം എന്ന് പറയുന്നതാണ് ചികിത്സ ഉറപ്പാക്കാനുള്ള മെഡിക്കൽ ക്യാമ്പയിനാണ്. ബാലമിത്ര എന്ന് പറയുന്നതാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് 3 പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പദ്ധതിയാണ് ഓർമ്മത്തോണി. എന്താണ് ഓർമ്മത്തോണി? അതായത് ഓർമ്മത്തോണി എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടിരുന്നു വെച്ചാൽ അൾഷിമേഴ്സ് ആണ്. എന്താ ഡിമെൻഷ്യ അല്ലെങ്കിൽ എന്താണ് അൾഷിമേഴ്സ് രോഗം ബാധിച്ചവർക്കാണ് അല്ല ഓർമ്മത്തോണി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എന്താണ് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ പരിപാടി. എന്താ അപ്പൊ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് ഓർമ്മത്തോണി. ഓർമ്മ അല്ലെ, ഓർമ്മ അൾഷിമേഴ്സ് എന്ന് പറഞ്ഞതാണ് ഓർമ്മ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക അൾഷിമേഴ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയായിട്ട് കണക്ട് ചെയ്യുക, അൾഷിമേഴ്സ് ഓർമ്മത്തോണി അല്ലെ, കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത മിഠായി എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്, ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അല്ലെ. അതും സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പരിപാടി തന്നെയാണ്. ടൈപ്പ് 1 പ്രമേഹം, അതാണ് ടൈപ്പ് 1 പ്രമേഹമാണ്, പ്രമേഹബാധയ്ക്ക് നമുക്കറിയാം അല്ലെ. ടൈപ്പ് പ്രമേഹം ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന എന്താണ്, ഇൻസുലിന്റെ അഭാവം മൂലം എന്താണ് ഈ പറഞ്ഞ എന്താണ് ഈ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഇത് ടൈപ്പ് 1 പ്രമേഹം അല്ലെ. അത് നമുക്കറിയാം. അത് കുട്ടികൾ കാണപ്പെടുന്ന ടൈപ്പ് 2 എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ പൊണ്ണത്തടി, അതുപോലെ തന്നെ എന്താണ് വ്യായാമക്കുറവ്, അങ്ങനെയൊക്കെ അതുമൂലമൊക്കെ ഉണ്ടാവുന്ന ഈ പറഞ്ഞ ലക്ഷ്യകോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറഞ്ഞ ടാർഗറ്റ് സെൽസിന് ഇൻസുലിനെ ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലം ഉണ്ടാവുന്നതാണ് ടൈപ്പ് 2 പ്രമേയം. എന്താണ് അതുപോലെ തന്നെ എന്താണ് ഈ ബീറ്റാ കോശങ്ങളുടെ എന്താണ് ഈ പറഞ്ഞ പ്രശ്നം മൂലം എന്താണ് ഈ പറഞ്ഞ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടക്കാത്തത് മൂലം ഉണ്ടാവുന്നത്, പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം ഉണ്ടാവുന്നതാണ് ഏത് ടൈപ്പ് 1 പ്രമേയം. അപ്പൊ കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേയം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അതേതാണ് ടൈപ്പ് 1 പ്രമേയമാണ് വരിക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്പ് 1 പ്രമേയം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഇത് മിഠായി, മധുരം, പ്രമേഹം, ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റും. കുട്ടികളാണ് പൊതുവെ മിഠായി ഇഷ്ടമുള്ള ആർക്കാണ്, കുട്ടികൾക്കാണ്. മിഠായി എന്ന് പറഞ്ഞാൽ മധുരമുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും ബന്ധപ്പെട്ടാണ് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് അല്ലെ. ഓക്കെ, അടുത്തതാണ് സ്പെക്ട്രം. ഇതും ഇമ്പോർട്ടന്റ് പദ്ധതിയാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓട്ടിസം. അപ്പൊ നമ്മൾ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. ഇത് പ്രാഥമികമായിട്ട് തന്നെ കണ്ടെത്തി കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായിട്ടാണ് കേരള സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ പഠിച്ച പദ്ധതികൾ ഓർക്കുക. നമ്മൾ പഠിച്ച പദ്ധതികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആദ്യം പഠിച്ച പദ്ധതികൾ? നമ്മൾ ആദ്യം പഠിച്ച വിവാ കേരള ആയിരുന്നു. അത് എന്തുമായി ബന്ധപ്പെട്ടാണ് വിവാ കേരളം വരിക? വിവാ കേരളം അനീമിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? ഈ പറഞ്ഞ കുഷ്ഠരോഗമായിട്ട് ബന്ധപ്പെട്ട 3 പദ്ധതികൾ പഠിച്ചു. അശ്വമേധം, സ്പർശ്, ബാലമിത്ര. അശ്വമേധം എന്താണ് ഗൃഹസന്ദർശനാണ്. സ്പർശം എന്താണ് ചികിത്സ ഉറപ്പിക്കാനാണ്. ബാലമിത്ര എന്താണ് സ്കൂളുകൾ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഓർമ്മത്തോണി, ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിഠായി എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്പ് 1 പ്രമേയം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പെക്ട്രം എന്താണ് ഓട്ടിസം ബാധിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. നെക്സ്റ്റ് നമുക്ക് PSC സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് പദ്ധതികളാണ്. ഒന്ന് ആശാകിരണം, ആരോഗ്യകിരണം, ആശ്വാസകിരണം. കേൾക്കുമ്പോൾ 3 ഏകദേശം ഒരേപോലെയാണല്ലോ അതിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആശാകിരണം എന്ന് പറഞ്ഞതാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആശാ വർക്കർ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്. വർക്കർ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് ആശാകിരണം. ആരോഗ്യകിരണം എന്ന് പറഞ്ഞതാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ്. അതുപോലെ തന്നെ എന്താണ് ആശ്വാസകിരണം എന്ന് പറഞ്ഞതാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരും കിടപ്പ് രോഗികളും പരിചരിക്കുന്നവർക്കും എന്താണ് ഈ പറഞ്ഞ എന്താണ് 600 രൂപ. അതായത് ഈ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം അല്ലെ, നമ്മൾ ഈ പറഞ്ഞ രോഗികളായിട്ടുള്ള ആൾക്കാരെ പരിഹരിക്കുന്നവർക്ക് എന്താണ് നൽകുന്ന പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ആശ്വാസകിരണം. അവർക്ക് ഒരു ആശ്വാസമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 600 രൂപ എന്ത് ചെയ്യുന്നു പ്രതിമാസം നൽകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക ആശ്വാസകിരണം പദ്ധതി. അടുത്തെന്താണ് സ്നേഹസ്വാന്തനം പദ്ധതിയാണ്. സ്നേഹസ്വാന്തനമൊക്കെ സ്ഥിരമായിട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട പദ്ധതിയാണല്ലോ ഈ പറഞ്ഞ സ്നേഹസ്വാന്തനമൊക്കെ. എന്താണ് സ്നേഹസ്വാന്തനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഇത്. സ്വാന്തനം എന്ന് പറഞ്ഞാൽ അതായത് കാസർഗോഡ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ബാധിതരുള്ള എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട അംബികാസുധം മാങ്ങാട് ഏരിയ നമുക്കറിയാം. നോവലാണ് ഇത് എൻ മഗജ് അല്ലെ. ഇതൊക്കെ PSC ചോദിക്കുന്നതാണല്ലേ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ സ്നേഹസ്വാന്തനം എന്തുമായി ബന്ധപ്പെട്ടാണ്? എൻഡോസൾഫാനായിട്ട് ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടാണ് എൻഡോസൾഫാൻ ബാധിച്ചവർക്കുള്ള പദ്ധതിയാണ് ഏത് സ്നേഹ സ്വാന്തനം എന്ന് പറയുന്നതാണ് സ്നേഹ സ്വാന്തനം. അതുപോലെ തന്നെ എന്താണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞതാണ് സ്നേഹസ്പർശം എന്ന് പറഞ്ഞതാണ് സംസ്ഥാനത്ത് ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അവിവാഹിതരായിട്ടുള്ള അമ്മമാരായി കഴിയുന്ന സ്ത്രീകൾക്കുള്ള അലവൻസ് പദ്ധതിയാണ് അല്ലെ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സ്നേഹസ്പർശം. അതുപോലെ സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്നതാണ് മാതാപിതാക്കൾ രണ്ടും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താണ് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെടുകയോ ഇവരിൽ ഒരാൾ നഷ്ടപ്പെടുകയും ജീവിച്ചിരുന്നയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ചെയ്യുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി, അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിനെയാണ് നമ്മൾ എന്ത് പറയുക സ്നേഹപൂർവ്വം. അപ്പൊ സ്നേഹസ്വാതന്ത്ര്യം എന്താണ് എൻഡോസൾഫാനാണ്. സ്നേഹസ്പർശം എന്താണ് അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കുള്ള ധനസഹായ പദ്ധതിയാണ്. സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞതാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കുള്ള ഒരാൾ ജീവിച്ചിരിക്കുന്ന ചെയ്യുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം പദ്ധതി. ഏതാണ് സ്നേഹപൂർവ്വം പദ്ധതി. അടുത്തൊരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ താലോലം അല്ലെ. എന്താണ് താലോലം പദ്ധതി അല്ലെ. എന്താണ് താലോലം എന്ന് പറഞ്ഞാൽ താലോലം പദ്ധതി എന്താണ് ജന്മന ഹൃദയ വൈകല്യങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വയസ്സിന് താഴെ എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. എത്രയാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക 18 വയസ്സിന് താഴെയാണ് അല്ലെ. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ഈ പറഞ്ഞ ശസ്ത്രക്രിയകളൊക്കെ ആവശ്യമുണ്ട് ഇതുണ്ടാവൂലേ. പ്രധാനമായിട്ടും പറഞ്ഞ വൃക്ക അതുപോലെ ഹൃദയം അതുപോലെ വാസ്കുലാർ വൈകല്യങ്ങൾ അതുപോലെ ഹീമോഫീലിയ തലാമസിയ സിക്കിൾ സെൽ അനീമിയ സെറിബ്രൽ പ്ലാസി അസ്ഥി വൈകല്യങ്ങൾ ഞരമ്പ് സംബന്ധമായ വൈകല്യങ്ങൾ ഡയാലിസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്ത് ചെയ്യുന്നു സൗജന്യമായിട്ട് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് താലോലം എന്ന് പറഞ്ഞാൽ. ഇതിന് ചികിത്സാ ചെലവിന് ഇത്ര പരിധി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് പ്രത്യേക അപേക്ഷയൊന്നും ഇതിനെന്തില്ല ആവശ്യമില്ല. അതൊന്നും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക താലോലം 18 വയസ്സിന് താഴെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സമാശ്വാസമാണ്. എന്താണ് സമാശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് സമാശ്വാസം എന്ന് പറഞ്ഞാൽ കിഡ്നി ഡയാലിസിസ് അതുപോലെ വൃക്കമാറ്റം കരൾ മാറ്റം ഹീമോഫീലിയ ഓർത്തിരിക്കുക സിക്കിൾ സെൽ അനീമിയ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പരിപാടിയാണ് ഇത് സമാശ്വാസം എന്ന് പറഞ്ഞതാണ്. സമാശ്വാസം ഏതൊക്കെയാണ് കിഡ്നി ഡയാലിസിസ് വൃക്കമാറ്റം കരൾ മാറ്റം ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സമാശ്വാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കേൾവിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികൾ പഠിക്കാം. കേൾവിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെയാണ് ധ്വനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു നമ്മളെ കേൾവിയായിട്ട് ബന്ധപ്പെട്ട ധ്വനി. എന്താണ് ഈ കോക്ലിയർ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ ധ്വനി. അതുപോലെ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ എന്തായിരുന്നു 5 വയസ്സിന് താഴെ വയസ്സ് കൊടുത്തിരിക്കുന്നതിനാണ് 5 വയസ്സാണ്. എത്രയാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ എന്ത് ചെയ്യുന്നു കുട്ടികളിലെ ശ്രവണ വൈകല്യം കണ്ടെത്തി എന്ത് ചെയ്യുന്നു പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം അല്ലെ. മുൻപ് സാമൂഹിക സുരക്ഷാ വകുപ്പിന് കീഴിലായിരുന്നു, നിലവിൽ ഇതാരാണ് ആരോഗ്യ വകുപ്പിന് കീഴിലാണ് ഈ പദ്ധതി വരുന്നത് ഓർത്തിരിക്കുക. അപ്പൊ ശ്രുതി തരംഗം എന്ന് പറഞ്ഞതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുള്ള ശ്രവണ വൈകല്യം പൂർണ്ണമായും പരിഹരിക്കുന്ന പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം. ആ കോക്ലിയർ ശസ്ത്രക്രിയ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞാൽ ധ്വനി എന്ന് പറഞ്ഞാൽ അല്ലെ. അതുപോലെ തന്നെ ശ്രുതി മധുരം എന്ന് പറഞ്ഞതാണ് കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യാൻ കോട്ടയം ജില്ല എവിടെയാണ് ശ്രുതി മധുരം എവിടെയാണ് കേൾവി ശക്തി ഇല്ലാത്തവർക്ക് കേൾവി ശക്തിയിൽ കുറവുള്ളവർക്ക് എന്ത് ശ്രവണ വൈകല്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ശ്രവണ സഹായം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ശ്രുതി മധുരം എന്ന് പറയുന്നത്. അതാണ് ശ്രുതി മധുരം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി ബാക്കി 2 പദ്ധതികളുണ്ട്. കാതോരം അല്ലെ. കാതോരം എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കാതോരം. അതുപോലെ തന്നെ ശ്രവണ സൗഹൃദ കേരളം എന്ന് പറഞ്ഞതാണ് നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇത് ശ്രവണ കേരളം. അപ്പൊ ഈ പറഞ്ഞ പദ്ധതികൾ ഓർത്തിരിക്കുക. ശ്രവണ കേരളം അതുപോലെ തന്നെ ഏതാണ് കാതോരം, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഏതൊക്കെയാണ് ധ്വനി ശ്രുതി തരംഗം ശ്രുതി മധുരം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ് കേൾവിയായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ആ ടേംസിൽ തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ നെക്സ്റ്റ്
നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അല്ലെ. കാരുണ്യ പദ്ധതി അല്ലെ. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ചവർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് ഇത് കാരുണ്യ പദ്ധതി. ഇത് നടപ്പിലാക്കുന്നത് കേരള ലോട്ടറി വകുപ്പ് അല്ലെങ്കിൽ ഭാഗ്യക്കുറി വകുപ്പാണ്. ഇതിന്റെ ഭാഗമായിട്ട് കാരുണ്യ ബെനഫലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴെന്ന് വെച്ചപ്പോഴാണ് 2012 ഫെബ്രുവരി 26, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്താണ്. 2012 ഫെബ്രുവരി 26 ഉദ്ഘാടനം ചെയ്താരായിരുന്നു? എ കെ ആന്റണി ആയിരുന്നു. ഉദ്ഘാടനം ചെയ്താരായിരുന്നു? എ കെ ആന്റണി ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞതാണ് എല്ലാ BPL കുടുംബങ്ങളും അതുപോലെ 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾ. ഓക്കെ. അതുപോലെ ഇതിന് സർക്കാർ 2 ലക്ഷം രൂപ വരെയാണ് മുമ്പ് എന്ത് ചെയ്യുന്നത്? ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിവിടെ തന്നെ നമ്മൾ KASP എന്നുണ്ട്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൊടുത്തിരിക്കുക. KASP ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് എന്തെന്ന് പറഞ്ഞാൽ KASP എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ തന്നെ വേറൊരു ടേം കൊണ്ട് കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതിയും കൂടി പഠിക്കുക. എന്താണ്? അനാഥരും അശരണരും നിരാലംബരും വികലാംഗരും ശാരീരികവും മാനസികവുമായ അവശത അനുഭവിക്കുന്നവരുമായ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളിൽ നിന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് എന്താണ് വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന പദ്ധതിയാണ് ഇത് കാരുണ്യ ഡെപ്പോസിറ്റ് അല്ലെ. പണം സ്വരൂപിക്കുന്നതാണ് പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതി. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് പദ്ധതിയിലോട്ട് പോവാം. ഓക്കെ, ഓർമ്മത്തോണിയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ഏതാണ്? വൺ ഹെൽത്ത് പദ്ധതിയാണ്. ഏതാണ്? വൺ ഹെൽത്ത് മിഷൻ അല്ലെ. വൺ ഹെൽത്ത് പദ്ധതി, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഈ കോവിഡ് പോലുള്ള മഹാമാരികളുടെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ എന്താണ് ഈ പദ്ധതി എന്ത് ചെയ്തു? വൺ ഹെൽത്ത് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും, അതായത് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം എന്ത് ചെയ്യാം? മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധമാണ് എന്തിലൂടെ ലക്ഷ്യമാക്കുന്നത്? വൺ ഹെൽത്തിലൂടെ എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമാക്കുന്നത്. ഓക്കെ. ജന്തുജന്യ രോഗങ്ങൾക്ക് കാരണമാവുന്ന അസാധാരണ സംഭവങ്ങളുടെ നിരീക്ഷണം, ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ നേരത്തെ കണ്ടെത്തൽ, ആവശ്യകത അനുസരിച്ച് പങ്കാളിത്ത ഇടപെടലുകൾ നടത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇത് എവിടെയാണ് നടപ്പിലാക്കിയത്? കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളും ജില്ലകൾക്ക് കൂടി എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്? ആദ്യ ഇന്ത്യയിൽ വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറഞ്ഞാൽ കേരളം. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്: മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം എന്ത് ചെയ്യുക? പരിസ്ഥിതിയുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വൺ ഹെൽത്ത് പദ്ധതി എന്ന് പറഞ്ഞാൽ വൺ ഹെൽത്ത് പദ്ധതി. ഓക്കെ അല്ലേ. അപ്പൊ നെക്സ്റ്റ് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക വൃദ്ധജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ്. അതേതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെയും പദ്ധതികളുണ്ട്, ഞാൻ പറയുന്നത് പൂർണ്ണമെന്നല്ല പറഞ്ഞത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പദ്ധതികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കുറച്ച് പദ്ധതികൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെയും കുറച്ച് പദ്ധതികളുണ്ട്, നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയാം, മോശമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും ടോപ്പിക്സിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളത് കമന്റ് ആയിട്ട് ഇടുക. നിങ്ങളെ കമന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ടിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിന്റെ ഇതൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ടേൺ ടു സക്സസ് എന്ന സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും പദ്ധതിയിലോട്ട് വരാം. വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് വയോമധുരം. വയോമധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ. അതായത് നമുക്കറിയാം ഈ പറഞ്ഞ ഗ്ലൂക്കോസിന്റെ അളവ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പ്രമേഹം മനസ്സിലാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. ആ ഗ്ലൂക്കോസിന്റെ അളവ് സ്വയം ഇതാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ അളവ് നിർണ്ണയിക്കുന്ന ഈ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വയോമധുരം എന്ന് പറഞ്ഞാൽ. മധുരം, പ്രമേഹം, ഗ്ലൂക്കോസ്, ഗ്ലൂക്കോമീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണത്? അത് നമ്മുടെ കേരളമാണ്. ഓക്കെ. അടുത്ത വയോ അമൃതം എന്ന് പറഞ്ഞാൽ ഏതാണ്? സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ താമസക്കാരുടെ ആരോഗ്യ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വയോ അമൃതം അല്ലെ. അതുപോലെ തന്നെ 2014-15 ഇത് ചെയ്തത്. ഈ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വയോ അമൃതം എന്ന് പറഞ്ഞ പദ്ധതി എന്ത് ചെയ്തത്? ആരംഭിച്ചു. ഓക്കെ.
അടുത്താണ് വയോരക്ഷ. വയോരക്ഷ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടങ്ങൾ എന്താണ് സഹായം നൽകുന്ന പദ്ധതിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ്. ഇതിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് പഠിക്കാം. വയോമധുരമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ പറഞ്ഞ BPL കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാരായിരിക്കണം അല്ലെ. മുതിർന്ന പൗരന്മാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? മുതിർന്ന പൗരന്മാർ എന്ന് പറയാം അല്ലെ. മുതിർന്ന പൗരന്മാർ എന്ന് പറയാം. അതുപോലെ മുതിർന്ന മിസ്റ്റേക്ക് ഉണ്ട് ടൈപ്പിങ്ങിൽ. മുതിർന്ന പൗരന്മാർക്ക് സ്വത്തിനോ ജീവനോ സ്വത്തിനോ അപകടമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യുക? അവരെ ഈ പറഞ്ഞ അടിയന്തര സഹായം നൽകുക. അതുപോലെ പ്രകൃതി ദുരന്തത്തിന് ഇരയാകുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം, ഭക്ഷണം എന്നിവ നൽകുക. അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മുതിർന്ന പൗരന്മാരെ പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കുക. മെഡിക്കൽ പരിശോധനയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭ്യമാക്കുക. വേറെയും കാര്യങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡിംഗ് ആണ് ഈ പറഞ്ഞ അടിയന്തര ഘട്ടങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകൽ, അടിയന്തര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ ആംബുലൻസ് സേവനം, കെയർ ഗിവറുകാരുടെ സഹായം, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഉപയോഗമായ അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങുക. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ.